ബാക്കി കുറച്ച് ഓർണമെന്റ്സിനും കൂടെ വന്നാണ് എല്ലാം താഴെ പോകുന്നു. ഇതെല്ലാം പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണുന്ന കുഞ്ഞു ബോക്സ് ആണെങ്കിലും ഇതിൻ്റെ അത്യാവശ്യം ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് ഈ തടിപ്പെട്ടിക്കകത്ത് അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തന്നെ ഇതെല്ലാം താഴെ പോയി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അപ്പം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഗോൾഡ് ആണോ എന്നല്ല വെച്ചേക്കുന്നത്, ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യം കാണിക്കുന്നത് അരപ്പട്ട കേട്ടോ, അല്ലെങ്കിൽ ഒടിയാണെന്ന് പറയും. ഓക്കെ, ഇത് ലക്ഷ്മി പാറ്റേണിൽ കെമ്പില് ആന്റിക് ഫിനിഷ് വന്നിരുന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 200-300 രൂപ അങ്ങനെ കണ്ടെടുത്ത് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലത്. ഇപ്പൊ അത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായി. ആ ഒരു ഗ്യാപ്പിൽ മേടിച്ചാട്ടോ. ആ ഒരു ഗ്യാപ്പല്ല, ആ ഒരു സമയത്ത് വാങ്ങിച്ചത് 3-4 വർഷം മുന്നേ. ഇതിന്റെ വില ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഇത്ര അറിയില്ല കേട്ടോ. ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണേ. പിന്നെ ഉള്ളത് ഞാൻ ഇവിടുന്ന് തുടങ്ങാം. ഇത് എന്നാ പറയുന്നത്, ഭഗവാന്റെ ഡയമണ്ട്സിന്റെ കളക്ഷൻ. ഓക്കെ, അതായത് ഭഗവാന്റെ ഡയമണ്ടിന്റെ ഗോപി പൊട്ട്, ചെവിപ്പൂവ്, ഇത് രണ്ടും ഇതുണ്ട്. പിന്നെ മാല, ഇതിന്റെ തന്നെ ലോങ്ങും ഷോർട്ടും മിഡും ആയിട്ടുള്ള നെക്ലേസ്. ഇതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് എടുത്തിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണ്. ഇത് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതൊരടയാളം പോലെ. കാരണം ഇത് ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് 3 ഓക്കെ, പിന്നെ ഭഗവാന്റെ ചെവിപ്പൂവും ഓരോന്ന് ഞാൻ കിട്ടുന്നുള്ളേ. 2 വെച്ചുണ്ട് ഓരോന്ന്. ഓക്കെ, ഇത് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇടിക്കുന്ന സമയത്ത് ഡയമണ്ട്സിന്റെ അലങ്കാരം വേണമെങ്കിൽ ഡയമണ്ട്സിന്റെ കിരീടം, ഇതൊക്കെ. അതായത് ഇത് അമേരിക്കൻ ഡയമണ്ട്സ് ആട്ടോ. അമേരിക്കൻ ഡയമണ്ട്സ് AD സ്റ്റോൺസ്. ഇത് AD സ്റ്റോൺസിന്റെ നെക്ലേസ് ആണ് ഇത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം പ്രൈസ് ഉള്ളൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 1500 സംതിങ് ആയി ഇതിന് തന്നെ ആയിട്ട്. ഇപ്പൊ എനിക്ക് വില കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈൻ സൈറ്റിലൊക്കെ. അതൊന്നും ഞാൻ കടയിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചത്, അമ്മ വാങ്ങിച്ചത് കേട്ടോ. അത് മുഴുവൻ ആളെ അമ്മയാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതില്ല, അതുകൊണ്ട് ഇതെല്ലാം അമ്മയുടെ പരിപാടിയാണ്. അപ്പം ഇതൊന്ന്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, ഇനി ഞാൻ നാഗവല്ലിയാക്കട്ടെ കേട്ടോ, കാരണം അത്രയ്ക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇത് റെന്റിനൊന്നും എടുത്തല്ല കേട്ടോ. ഇത് ഭഗവാന്റെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണേ. കുറേയൊക്കെ ഉണ്ടാക്കി കുറേയൊക്കെ നമ്മൾ മേടിച്ചിരിക്കും. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതും ഒരു ഇവിടെ തോന്നാതെ ഈ ബോക്സ് അടിയിൽ ഇത് ഒന്ന്. ഇതൊരു കാശിമാലയാണ്. കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് പോലത്തെ ഒരു സ്റ്റോണൊക്കെ വെച്ച്, ഇതും ആ ഡയമണ്ട്സിന്റെ കൂടെ പോകുന്ന സാധനം കേട്ടോ. ഒട്ടുന്നുണ്ട് സംഭവം. അതിൽ ഇതിനകത്ത് ഗമ്മുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരു നെക്ലേസ് ആണ് ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാറ്റ് ഫിനിഷിംഗ്, ഒരു പ്രീമിയം ഫിനിഷിംഗിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് ഇത്. അത്യാവശ്യം ഇത് എനിക്ക് തോന്നിയത് 400, കണ്ട കുഞ്ഞാണെങ്കിലും 400-500 രൂപയായി ഇതിന്. ഓക്കെ, ഇതൊന്ന്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു 150 രൂപയോ അങ്ങനെ എടുത്തു. ഞാൻ ഇത് ചോറ്റാനിക്കരമ്പലത്തിൻ്റെ അടുത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഫസ്റ്റ് നെക്ലേസ് ഒക്കെ ഇടാൻ പറ്റിയ ഒരു സാധനം. പിന്നെ ഇത് ലക്ഷ്മി നെക്ലേസ്. ലക്ഷ്മി ഇതൊക്കെ ഒരുമിച്ച് മേടിച്ചത്. ഇത് എനിക്കൊന്ന് 2 വർഷമായി മേടിച്ചിട്ട്. ഇത് രണ്ടിനും കൂടെ കൂടി 800 രൂപയോ 900 രൂപയുണ്ടായി. ഒരു ലക്ഷ്മി, ഇത് കണ്ടാൽ കറുപ്പ് സ്റ്റോൺ ആണെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു നീല സ്റ്റോൺ ആണ് കേട്ടോ. ട്രാൻസ്പെറന്റ് ഉള്ളതാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലാക്ക് പോലെ കാണത്തുള്ളൂ. അതായത് ലൈറ്റ് ആയിട്ടുള്ള പ്യുവർ ലൈറ്റിങ്ങിൽ മാത്രമേ ഇതിനെ ബ്ലൂ ആയിട്ട് കാണാൻ പറ്റൂ. പക്ഷേ ഇത് ബ്ലൂ സ്റ്റോണാണ്, കണ്ടാൽ ബ്ലാക്ക് ആയിട്ട് അറിയത്തുള്ളൂ. ഈ വീഡിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെയുള്ളത് ഒരു വലിയ ലക്ഷ്മി നെക്ലേസ്. ഇത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മേടിച്ചത് പക്ഷെ കണ്ടിഷ്ടപ്പെട്ട് വെച്ചത്. ഇത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3
3 വർഷത്തോളമായി. ഇത് മേടിക്കുന്നതിനായിട്ട് മുമ്പ് മേടിച്ചത് ഇത് ഒരു സ്റ്റേഷനറിക്ക്. അപ്പോൾ ആ ഒരു നെക്ലസ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇതാട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കും ഈ മാലയുടെ നടക്കുന്ന ഒരു വള്ളിന്ന്. ആ വള്ളി ഇതാട്ടോ. കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കുമ്പോൾ നമ്മൾ സാരിയൊക്കെ ഡ്രൈവ് ചെയ്ത് ഉടുപ്പിക്കുന്നെങ്കിൽ നമുക്ക് അതേപോലെ നമുക്ക് സൂചി നൂലും വെച്ച് തുന്നി വയ്ക്കാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ മേല് വസ്ത്രം ഇടാത്ത സമയത്ത് എന്താ ഇങ്ങനെ നമ്മൾ ആ മാല നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഊരി 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 പോകും, തിക്നെസ് കാരണം. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എന്താ പറയണേ ഒരു സാധനം വലിച്ചു കിട്ടും. നൂല് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിൻ്റെ അളവെടുത്തിട്ട് ഒരു ചെയിൻ വെച്ചേക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു പതക്കം നെക്ലസ് ടൈപ്പ്. ഇത് എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് റീസെൻ്റ് ആയിട്ട് റീലിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് എവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണെങ്കിൽ ഇത് എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഞാനല്ല കേട്ടോ മേടിച്ചത്, ഞാൻ മേടിച്ച സാധനമല്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമായിട്ടുള്ള അറിയില്ല. പിന്നെ അടുത്തതൊരു കുഞ്ഞു മാങ്ങാമല, കണ്ണി മാങ്ങാൻ പറയാം നമുക്ക്. വേറെ ഉണ്ട് കേട്ടോ. മാങ്ങാമലയുടെ കഥ പറയുകയാണെങ്കിൽ എന്താ പറയുന്നേ, ഇല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളവരെല്ലാം കൊണ്ടുവരുന്ന മാങ്ങാമാലയായിരുന്നു. അങ്ങനെ കുറെ ഒരു സെറ്റ് മാങ്ങാമാല കഴിഞ്ഞ ഓർണമെന്റ്സിന്റെ വീഡിയോയ്ക്ക് ഇത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വേറെ ഉണ്ട്, വഴിയെ കാണിക്കാം. ഇതുണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു മാങ്ങാമാല. ഇതൊരു കൈക്കുള്ളതില്ല, ഒരു നഖത്തിന്റെ വലിപ്പമില്ല കേട്ടോ, അങ്ങനത്തെ ഒരു മാങ്ങാമാല. അപ്പൊ ഇതാണ് ഈ ബോക്സിന്റെ തുള്ളത്. ഓക്കെ, ഈ ബോക്സ് കാലിലേക്ക് ഞാനൊന്ന് തിരിച്ചു വെക്കട്ടെ. പോസ് ചെയ്യാവോ? ഇനി അടുത്ത ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. അപ്പൊ ഇത് 2 ബോക്സും കഴിഞ്ഞ് ഇനി അടുത്ത ബോക്സിനകത്ത് ഇതും ഓഫ്ലൈൻ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരെണ്ണം എടുത്ത്. ഇതും എനിക്ക് അമ്മ മേടിച്ചതാണ്. ഇത് 2 വർഷം മുമ്പ് കഴിഞ്ഞ വർഷത്തെ വിഷുവിന് വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണെങ്കിൽ അതെ, കഴിഞ്ഞ വർഷത്തെ വിഷുവിന്റെ സമയത്ത് വാങ്ങിച്ചതാണ്. അതാണ് ഈ ഒരു ഇത്. അത് ഒന്നുണ്ട്. പിന്നെ ഒരു വലിയ മുല്ലമുട്ടുമാല. ഇത് 3 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. ഇത് ഞാനൊരു സ്റ്റോണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട്, സ്റ്റോൺ ഇല്ലായിരുന്നു ഇതിന്, അപ്പൊ ഞാൻ സ്റ്റോണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഈ മുല്ലമുട്ടം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മുല്ലമുട്ട് മാല. പിന്നെ ഒരു പുലിനകത്തിന്റെ മാല. ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല റോയൽ ലുക്കിലിരിക്കും. ഇത് അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്ക് ഉള്ള കൂട്ടൊരു മാല. ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ്. ഇതെനിക്ക് തോന്നുന്നു ഇതിനൊരു 600 രൂപയായി കാണും. ഇത് എനിക്ക് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാനാണ് മേടിച്ചത് കേട്ടോ. ഇതിന്റെ ഒരു കുഞ്ഞ് സെറ്റും കൂടെ ഉണ്ടായിരുന്നു. 2 എണ്ണവും ഞാനാണ് വാങ്ങിച്ചത്. ഇത് ഞാനാണ് മേടിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു 400 രൂപ ആ ഒരു റേഞ്ചിലുള്ള ഒരു നെക്ലസ് ആണ് ഇത്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുപോലെ വാങ്ങിക്കണം. പക്ഷെ അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാണ് ഇത്. ഒരു പുലിനകത്തിന്റെ വേറൊരു ലക്ഷ്മി നെക്ലസ് ഉണ്ട്, അത് വന്നപ്പോൾ പോയി. ഒരു പുണ്യകമാല വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ചെയിൻ വലിച്ചിടുന്ന ചെയിന്, പിന്നെ 2 എക്സ്ട്രാ ചെയിൻ വരും. അതിന്റെ എക്സ്ട്രാ ചെയിൻ വരും. അതായത് ഇത് കണ്ടോ, 2 എക്സ്ട്രാ ചെയിൻ എപ്പോഴും കരുതി വെച്ചേക്കും. കാരണം എപ്പോഴാണ് ഏതാ ഒട്ടിപ്പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള 2 വരിക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 2 എക്സ്ട്രാ ചെയിൻ എപ്പോഴും കരുതി വെക്കും. അത് വേണം. പിന്നെ ഇത് വലിച്ചിടുന്നത് നമുക്ക് എപ്പോഴാണ് വലിച്ചിടുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ബോക്സ് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചേക്കും. അങ്ങനെ ഈ ഒരു സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇനി നമുക്ക് ഈ ബോക്സ്. ഇതൊരു ലോങ് ഹാരാട്ടോ, ഇത് ലാസ്റ്റ് കളിക്കാം. ഇതില്ല, ഇവിടെ ഒന്നും തികയത്തില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളുടെ ഓർണമെന്റ് ബോക്സ്. ഇതാണ് നമ്മളുടെ ഓർണമെന്റ്സ്, മെയിൻ ഓർണമെന്റ്സ്. അതൊക്കെ പോയി ഞാൻ കൊണ്ടുണ്ട്. ഇതാണ് എല്ലാ ഗോൾഡും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. ഗോൾഡായിട്ടും റോൾഡ് ആയിട്ടുള്ളതെല്ലാം കിടക്കുന്നത് ഇതിൻ്റെ അകത്താട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഈ മലപ്പിഞ്ച്. ഇതാണ് ഒരു മാങ്ങാപ്പിഞ്ച് മാല കേട്ടോ. ഇത് മേടിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഓൺലൈനിൽ ആണ് മേടിച്ചത്. 400 രൂപയാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ വില അറിയത്തില്ല കേട്ടോ, കാരണം എനിക്ക് വില അറിയത്തില്ല ഇനി അങ്ങോട്ടുള്ളത്. പിന്നെ ഇതാണ് റീസെന്റ് ആയിട്ട് ഭഗവാന്റെ കിങ്ങിണി. നല്ല അലക്കൊക്കെ ഉള്ള കൂട്ട് കിങ്ങിണി. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിട്ടോ. ഇത് എനിക്ക് 300 രൂപയായിരുന്നു തോന്നി. ഇത് കിങ്ങിണി. ഓക്കെ, പിന്നെ ഇതിവിടെ വെച്ചേക്കാം. ഇനി ഇത് കൂടെ കണ്ടിക്കാം.
ഇത് ഭഗവാന്റെ വലിയ മാങ്ങാപ്പിഞ്ചുമാല, അതിന് തന്നെ വലുത് 3 ലെയറുള്ള കൂട്ട്. ഇത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് നിറച്ച് നടക്കുന്ന കൂട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ള ഒരു മാലയാണ് ഇത്. ഉള്ളതിൽ ഏറ്റവും വലിയ മാല ഇതാണ്. ഇതും എനിക്ക് തോന്നുന്നു അമ്മ മേടിച്ചു തന്നാന്ന് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ. അമ്മ മേടിച്ചു തരാനുള്ളൂ. ഇതിന് വലിയൊരു കഥയുണ്ട് കേട്ടോ. ഈ മാങ്ങാമാല എന്തോ ഒരു കാര്യം പറഞ്ഞു, അമ്മ എന്തോ കാര്യം പറഞ്ഞിട്ട് അത് നടന്ന് പിറ്റേ ആഴ്ച പോയിട്ട് വന്നപ്പം ഞാൻ പോയിട്ട് മാങ്ങാമാല മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നടന്നത് ഞാൻ അങ്ങേരോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഭഗവാൻ മേടിച്ചു. ഇത് റീസെന്റ് ആയിട്ട് മേടിച്ചതാണ്. 3-4 ആഴ്ച ആയിട്ടുള്ളൂ ഈ ഒരു മാങ്ങാമാല വാങ്ങിച്ചിട്ട്. ഇങ്ങനത്തെ ഒരു മാങ്ങാമാല, ഈ ഒരു പാലക്കാട് ഒരു ബ്ലാക്ക് ഇനാമൽ വരുന്ന അത്യാവശ്യം പ്രീമിയമാണ് ഇത്. അതിന്റെ തന്നെ നാഗപടത്താലി. ഇത് 2 സൈഡ് നമുക്ക് ഉപയോഗിക്കാം, ഡ്യുവൽ സൈഡ് ഉപയോഗിക്കാവുന്ന കൂട്ടാണേ. അതായത് ഇവിടെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലും ഫിനിഷിംഗ് ഉണ്ട്. ഗോൾഡായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇനാമൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ ഇടാവുന്ന ഒരു ടൈപ്പ്. ഇതൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല, ബാക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ ഇനിയുണ്ട് അതിന്റെ തന്നെ പാലക്ക. ഇതൊരു പാലക്ക സെറ്റ്. അറിയാമല്ലോ, പാലക്ക പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പാലക്ക എല്ലാം കുഞ്ഞിതാട്ടോ, കുഞ്ഞിലേ മേടിക്കാറുള്ളൂ. കാരണം ഈ ഒരു 10 അല്ലെങ്കിൽ 10 കണ്ണികളൊക്കെ ആണെങ്കിൽ ധാരാളം. കാരണം അത്ര വലിപ്പല്ലേ ഉള്ളൂ നമ്മുടെ ഉണ്ണിക്ക്. അപ്പൊ അതിനനുസരിച്ച് ഇടാനുള്ള പാകത്തിനുള്ളത്. പിന്നെ ഇത് അമ്മ തന്ന കേട്ടോ, ഗോൾഡിന്റെ. അത്യാവശ്യം ഒരു 10-20 വർഷം പഴക്കമുണ്ട് ഇതിന്, ഈ ഒരു മാലയ്ക്ക്. അങ്ങനത്തെ ഒരു മാല, ഈ ഒരൊറ്റ മാലയുള്ള അങ്ങനത്തെ. അത് കണ്ടാൽ അറിയാമല്ലോ, ലൈറ്റ് വെയിറ്റാ, ഒന്നുമില്ല, ഒരു പേപ്പറിന് തൊലി ഇതുപോലെ ഉള്ളൂ. ഇതൊന്ന്. ഇനി പിന്നെ പാലക്കാന്ന് പറയുന്നത് ഇത് ഒരു പെൻഡന്റ്. ഇത് ഞാനും ക്യാമറമാനും കടവൊക്കെ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് എത്രയായിരുന്നു ഓർക്കുന്നില്ല. ഇത് കണ്ട് 10-200 രൂപ കൊടുത്ത 200 രൂപയായില്ല, കൂടുതലായി കാണുകയല്ലേ. നമ്മള് എവിടെയോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം എന്താ കട സാധനം മേടിക്കാൻ വേണ്ടി കരുതാ ഫാൻസിച്ചില്ല. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു പെൻഡന്റ് 2 വാങ്ങിച്ചാട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല പാകമായിട്ടുള്ള പെൻഡൻസ്. പക്ഷെ ഈ ചെയിൻ ഉണ്ടല്ലോ, ഇത് ഒരു ചെയിനാണ്, ഇത് ഒരൊറ്റ മാലയുടെ ചെയിനാണ്. അതുപോലത്തെ 2 മാലയുടെ ചെയിൻ ഇതിനകത്ത്. അപ്പൊ അതിനത്രയും ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു നെക്ലസ് ആയത്. നമുക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്, ഇട്ടാൽ ഇറങ്ങി കിടക്കും. അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ കെട്ടിയിടണം. ഇതൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഇച്ചിരി ഇറക്കം കൂടി കിടന്നാലും നമുക്ക് ഇവിടെ ബാക്ക് ത്രെഡ് കിട്ടിയാൽ വലിച്ചിടാം. അതിനുള്ള ചെയിൻ എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ നമ്മൾ ഇവിടെ കൊണ്ട് ബാക്ക് ത്രെഡ് കിട്ടും, അപ്പം അത് പറ്റില്ല. അതുകൊണ്ട് ഇത് വല്ലപ്പോഴും മേടിക്കാം. പക്ഷെ ഇത് നല്ലൊരു ഇതിന്റെ കൂടെ ആണെങ്കിൽ നന്നായിട്ട് പോകും കേട്ടോ. ഒരു അത്യാവശ്യം വലിയൊരു സാധനമല്ലേ. കല്ലറയ്ക്കലൊന്നും മേടിച്ചല്ലേ ആണെന്നാണ് എന്റെ വിശ്വാസം. കല്ലറയ്ക്കലാണോ? ആയിരിക്കും. പിന്നെയുള്ളത് പാലക്കാട് വന്ന ഒരു ഇളക്കത്തെ. ഇത് ഞാൻ പാലക്കാട് ലോക്കത്തിൽ ഞാൻ പിടിപ്പിച്ചിട്ട് ഒരു കമ്മലുണ്ടായിരുന്നു. കമ്മലിന്റെ ഒരു കമ്മല് പോയി, എവിടെ പോയെന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പെൻഡന്റ് വെച്ചിട്ട് ഇളക്കത്താലിയെ വെച്ചിട്ട് ആ ഒരു എന്താ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. ഇതിന് കവർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ലോക്കറ്റ് ഇത് പിടിപ്പിച്ചാട്ടോ, ഒരു പെൻഡന്റ്. ഇത് ഇളക്കത്താലി. ഇതൊക്കെ ഇട്ടാ പിന്നെ ഞങ്ങളുടെ കുട്ടി ആരാന്നറിയാവോ. അതുപോലെ തന്നെ മുമ്പ് കാണിച്ച ഒരു മുല്ലമുട്ടുമാലയില്ലേ, ആ മുല്ലമുട്ടുമാലയുടെ കുഞ്ഞിതാണ്. ഇത് മുല്ലമുട്ടുമാല അല്ല, ഇത് പിച്ചിമുട്ടുമാലയാട്ടോ, സോറി. മുല്ലമുട്ടുമാല ഞാൻ വേറെ കാണിക്കാവേ. ഇത് മുല്ലമുട്ടുമാല അല്ല, പിച്ചിമുട്ടുമാല. പിച്ചിമുട്ടാണ് സൂചി പോലെ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് മുല്ലമുട്ടുമാല. മുല്ലമുട്ടെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടുകൂടിപ്പോയി, അവിടെ ഇവിടെ ഒന്ന് ഉടച്ചു വെച്ചേക്കുക. ഓക്കെ, ഇത് മുല്ലമുട്ടുമാലയുടെയും പിച്ചുമുട്ടുമാലയുടെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിച്ചുമുട്ടുമാലയ്ക്ക് ഈ ഒരു മുട്ട് വരുന്നില്ലേ സൂചി പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പിച്ചയുടെ മുട്ട പൊതുവെ ഒരു സൂചി പോലെ ഒരു നീർക്കിലി പോലെ ആയിരിക്കും, നീർക്കിലി പുല്ല എന്നൊക്കെ പറയില്ലേ. പക്ഷെ മുല്ലമുട്ടുമാല വരുമ്പോൾ തണ്ടും ഈ മുട്ടും ഒരുപോലെ ഇരിക്കും. ഒരു എന്താ പറയുക, ഇത്തിരി റൗണ്ടിൽ ഒരു ഗോപിപ്പൊട്ട് പോലെ ഇരിക്കുന്നതാണ് ഈ ഒരു മുല്ലമുട്ടുമാല. അപ്പൊ മുല്ലമുട്ടുമാലയും പിച്ചുമുട്ടുമാല അതൊരെണ്ണം. പിന്നെയുള്ളത്
കിങ്ങിണി മാല. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാന്ന് തോന്നുന്നു. ഇത്തവണ അലങ്കരിച്ച് കഴിഞ്ഞ് എടുത്തു വെച്ചപ്പോൾ ഈ കൂട്ടത്തിലായതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ മാല. ഓക്കെ, അങ്ങനത്തെ ഒരു മാല. പിന്നെ ഉള്ളത് ഒരു അടുക്ക് കാശിമാല. ഇത് 2 കാശിമാല കൂട്ടി ജോയിൻ ചെയ്തിരിക്കുന്നു കേട്ടോ, എത്ത് തരാനിട്ട്. ഇതൊരെണ്ണം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് എത്തത്തില്ല. ഞാൻ കാണിച്ചത് കുഞ്ഞിതുണ്ട്. അപ്പൊ അതിന്റെ വലിയൊരു കാശിമാലയാണ്. ഇവിടെ എത്ത് തരാനിട്ട് ഞാനിവിടെ എടുത്തു വെച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മുല്ല. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ഇത് എനിക്ക് 100-150 രൂപ അങ്ങനെ കണ്ടുള്ളൂ. ഇത് 2 തവണ പോയപ്പോൾ വാങ്ങിച്ചു. അപ്പൊ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 എണ്ണം എന്ത് ചെയ്തു, അടുപ്പിച്ച് ജോയിൻ ചെയ്തു. ഇവിടെ ഒരു പെൻഡന്റ് ഉണ്ടായിരുന്നു, എന്റെ കാണാനില്ല. പിന്നെ ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു മാലയാ. ഇത് പ്ലേറ്റ് ചെയ്ത് ഒരു മാലയാണ് കേട്ടോ. അടുക്ക് കാശിമാല എന്ന് പറയാൻ പറ്റില്ല, ഒരു അകത്തി കെട്ടിയിരിക്കുന്ന ഒരു കാശ് പോലത്തെയാണ്. അങ്ങനത്തെ ഒരു മാല. അതായത് ലക്ഷ്മിയല്ല ഇതിനകത്ത് വരുന്ന ഒരു മാണ്ഡലിക്കിന്റെ ഒരു തലയും പിന്നെ ഒരു ഡിയെന്നോ മറ്റോ എഴുതിയേക്കുന്ന ഒരു അങ്ങനത്തെ ഒരു കോയിൻ. കുഞ്ഞിതാണ്, പഴയ 20 പൈസയിലൊക്കെ ലുക്കുള്ള ഒരു മാല. ഇത് അമ്മ എനിക്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം 10-20 വർഷം പഴക്കമുള്ളതാണ്. അങ്ങനത്തെ ഒരു മാല. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മൾ ആ ഡയമണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇടില്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മാല ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. ഇത് എനിക്ക് ഇതും ചീപ്പായിട്ടുള്ള സാധനമാണ്. ഇത് പെട്ടെന്ന് കളർ പോയി, തൊട്ടപ്പോഴേ കളർ പോയ സാധനം. ഇത് ഞാൻ അധികം ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊച്ചിനെ കഴുത്ത് കയറിയത് വേറെ കാര്യം. പിന്നെ ഇത് കുരുമുളക് മാലയാണ്. അതായത് ഇതിനെ കുരുമുളക് മാല എന്നാണ് വിളിക്കുന്നത്. ഇത് ഇവിടെ വാങ്ങിച്ചു. ഇത് ഇതിനൊപ്പം കണ്ട് ഫ്രീ കിട്ടിയത. അവരിത് ഇത്രയും സാധനം ഒരുമിച്ച്, അതായത് ഒരുമിച്ചല്ല, എപ്പോൾ പലപ്പോഴായിട്ട് എടുത്തപ്പോൾ അവർ പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് തന്നാണ് ഇത് ഇങ്ങനത്തെ മാല. അപ്പൊ ഇങ്ങനത്തെ ഒരു മാല. ഇത് അത്യാവശ്യം വലിയ മാല കേട്ടോ. അവരുടെ ഒരൊറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലത്തെ. അപ്പൊ അതുപോലത്തെ ഒരു മാല. ഇതാണ് ഗോൾഡിന്റെ അംശം. ഇനി അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് വേറെ ഉണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. 1 മിനിറ്റ്. ഇതാട്ടോ കുഞ്ഞു കാശുമാല. അപ്പൊ തപ്പിപ്പ് കിട്ടിയതാണ്. അവിടെ താഴെ ഉണ്ടായിരുന്നു. എടുത്തുകൊണ്ട് വന്ന സമയത്ത് എങ്ങാണ്ട് താഴെ പോയതാ എന്റെ കൂട്ടത്തിൽ. ഈ പിച്ചുപെട്ടുമാലയുടെ ഒക്കെ വലിപ്പമുള്ളൂ. അതാ പറഞ്ഞത്. 2 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2 എണ്ണം ജോയിൻ ചെയ്തത്. ഇതൊന്ന്. ഓക്കെ, ഇനി പ്രീമിയം കളക്ഷൻ എന്ന് പറയുന്നത് ഇതാ കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഇത് 2 തവണയായിട്ടാണ് മറ്റോ വാങ്ങിച്ചത്, ഒറ്റ തവണയായിട്ട് വാങ്ങിച്ചല്ല. അപ്പൊ ഇത് വാങ്ങിച്ചപ്പോൾ അവർ എനിക്ക് ബോക്സോട് കൂടിയാണ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ അടിച്ച് ഞാൻ താഴെ പോകുമായിരിക്കും. അപ്പോൾ ഞാനിത് വെളുത്തി കാണിച്ചു തരാം കേട്ടോ. അതായത് ഇങ്ങനെ ആയിരിക്കണം തുറക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതാട്ടോ ആ ഒരു ഇത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് അത്യാവശ്യം പ്രീമിയം ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ മാറ്റി വെച്ചേക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം പോവും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ളത് ഇതൊരു കാശിമാല. ഇതിനെ ഞാൻ മാറ്റാൻ പോട്ടോ. പിന്നെ ഇരിക്കുന്നതിന് മുഴുവൻ എന്താ പറയുക, എണ്ണ പോലെ ആയിരിക്കും. ഇതൊരു കാശിമാല. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയൊരു കാശിമാല. പിന്നെ ഉള്ളത് ഒരു ലക്ഷ്മിയുടെ ഒരു ലക്ഷ്മിമാല. ഇച്ചിരി വലിയ ചെയിനാണേ. അത്യാവശ്യം നല്ല ഹെവിയാ. ഹെവി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയുള്ള സാധനമാണ് ഇത്. ഒരു എനിക്ക് തോന്നുന്നു 1 ഗ്രാം ആയത്. വെയിറ്റ്ലെസ്സാ, കാണുന്നത്ര വെയിറ്റ് ഇല്ല, പക്ഷെ ഹെവിയാ. അങ്ങനത്തെ കൂട്ട്. ഇത് എവർഷൈനൊക്കെ കടയെന്ന് തോന്നുന്നു ഇത് വാങ്ങിച്ച ആണ്. ഇങ്ങനത്തെ ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷുള്ള ഒരു മാലയാണ്. പിന്നെ ഇതാണ് വിഷുവിന് ചാർത്തിയിരുന്നേ. ഇതിന്റെ പിക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം എത്രത്തോളം പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല. പിന്നെ അതിന്റെ തന്നെ ഷോർട്ടായിട്ടുള്ള ഒരു ലക്ഷ്മിമാല ഇതും കേട്ടോ. ഇതും അങ്ങനത്തെയാണ്, അതിന്റെ തന്നെ ഷോർട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് അതിന്റെ കൂടെ വാങ്ങിച്ചൊരു പീസാണ്. ഇത് പ്രൈസ്ലെസ്, പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇതാട്ടോ ജ്വല്ലറി കളക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഉള്ളത് കാണിക്കാൻ പറ്റില്ല, ഡ്യൂ ടു സെക്യൂരിറ്റി ഇഷ്യൂ എന്നൊക്കെ കൂട്ടിക്കോ കേട്ടോ. അപ്പോൾ
കണ്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജ്വല്ലറി കട ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചവരോട് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തു വെച്ചതാണ്. ഉണ്ട് എന്ന് കാണിക്കാനല്ല, ഐ മീൻ എന്താ പറയുന്നത്, ഭഗവാന്റെ ഓർണമെന്റ്സ് ചിലർ അതുപോലത്തെ വാങ്ങിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. എങ്ങനത്തെയാ പാകമാകുന്നത് എങ്ങനെയാ? അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഏതൊക്കെയാന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെയാണ്. ഫോട്ടോ 1-2 പേർക്ക് ഫോട്ടോ എടുക്കുന്ന പോലെ അല്ലല്ലോ 10-30 പേര് ചോദിക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ ചെയ്തിടാവുന്നത്. എനിക്കും എക്സ്പെക്ട് ചെയ്തില്ല ഈ വീഡിയോ കൊണ്ട് കിട്ടുന്ന ഒരുങ്ങാനും പറ്റിയില്ല, ഇതിന്റെ വേറെ പോരായ്മയുണ്ട്. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താണ് ഇങ്ങനത്തെ. ഇത് എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് തിരിച്ചു വെക്കുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരിലോട്ട് എത്തിക്കുക കേട്ടോ. ഇനി അവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ.